കേരളത്തെ രണ്ടായി തിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ വളരെ മനോഹരമാണ്. ഈ രണ്ടായി തിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 1957 കേരള സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യ രൂപീകൃതമായ സംസ്ഥാനത്തിന് മുമ്പുള്ളൊരു കേരളത്തെക്കുറിച്ചുകൂടി ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തീർച്ചയായും കേരളത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. 1800-കൾ വരെയുള്ളൊരു ഭൂമിശാസ്ത്ര പ്രദേശമുണ്ട്. അത് തിരുവിതാംകൂറെന്നും കൊച്ചിയെന്നും മലബാറെന്നും ഒക്കെ തിരുക്കൊച്ചി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ പല രാജാക്കന്മാർ പല രൂപത്തിൽ ഭരിച്ചിരുന്നൊരു നാടാണ് 1800-കൾ വരെ. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഫ്രഞ്ചുകാരുടെ വരവുണ്ട്, ബ്രിട്ടീഷുകാരുടെ വരവുണ്ട്, അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. അത് പൊളിറ്റിക്സാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നാണ്, വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. 1800-ൻ്റെ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും അയ്യാഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യാ വൈകുണ്ഠസ്വാമികളും തുടങ്ങിയ വലിയ മഹാരഥന്മാർ, ആചാര്യന്മാർ കേരളത്തിൽ ജന്മം കൊണ്ടത്. അതിനു മുമ്പേ ആദിശങ്കരനുണ്ട് ഇവിടെ. അപ്പോൾ ആദിശങ്കരനും ഇവരെ ഈ വന്ന മഹാരഥൻ, പിന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കുറേ അധികം ആളുകളുടെ ദാക്ഷായണി വേലായുധൻ, അങ്ങനെ നമുക്കെടുത്താൽ PS നടരാജപിള്ള, ഇങ്ങനെ ഒരു വലിയ പരമ്പര തന്നെ. പൊയ്കയിൽ അപ്പച്ചൻ, അതുപോലെ തന്നെ പിന്നെ ഞാൻ അയ്യങ്കാളിയുടെ കാര്യം പറഞ്ഞു, പൊയ്കയിൽ അപ്പച്ചൻ, പിന്നെ അന്നത്തെ വനിതകൾ, പിന്നെ VT ഭട്ടതിരിപ്പാട്, ഇങ്ങനെ വലിയ ഒരു ശ്രേണി നമുക്ക് എഴുതിയാൽ ഒരു മ്യൂസിയത്തിൽ വയ്ക്കാൻ കഴിയുന്ന അത്രമാത്രം ആളുകൾ കേരളത്തിൽ, വ്യക്തിത്വങ്ങൾ കേരളത്തിൽ ജന്മമെടുത്ത് കേരളത്തിന് മറ്റൊരു കേരളം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. ഒരു നവോത്ഥാനത്തിൻ്റെ ജാതിക്കപ്പുറം ചിന്തിക്കാൻ, മതത്തിനപ്പുറം ചിന്തിക്കാൻ ഒക്കെയുള്ള, വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിപ്പിക്കാനൊക്കെ ഉള്ള വലിയ ജനാധിപത്യത്തിൻ്റെ രീതിയിലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. അവർ കിളച്ചു മറിച്ച, അല്ലെങ്കിൽ അവർ ഉഴുതുമറിച്ച ഭൂമികയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കോൺഗ്രസും വരുന്നത്. കോൺഗ്രസും ശരിക്കും അന്ന് യാതൊരു വർഗീയതയും മറ്റ് യാതൊന്നുമില്ലാതിരുന്നു. ജാതിയും മതവും വർഗവും ഗോത്രവും ഗ്രൂപ്പും ഒന്നുമില്ലാതെ, ഗ്രൂപ്പുണ്ട് പക്ഷേ അതിനൊരു ആശയാധിഷ്ഠിതമായ ഗ്രൂപ്പായിരുന്നു, ആദർശാധിഷ്ഠിതമായ ചില ഗ്രൂപ്പുകളായിരുന്നു. ബ്രിട്ടീഷുകാരോട് എന്ത് സമീപനം എടുക്കണം, പിന്നെ അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമീപനമായിരുന്നില്ല ഗാന്ധിജിയുടെ സമീപനം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അല്ലാതെ ഒരു വ്യക്തിയാധിഷ്ഠിതമായ ഗ്രൂപ്പ് രാഷ്ട്രീയമൊന്നും കോൺഗ്രസിനും ഇല്ലായിരുന്നു. പക്ഷേ കാലം മടന്നു വന്നു, കോൺഗ്രസ് മാറുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവന വരുന്നു, കോൺഗ്രസിൻ്റെ പിന്നെ ഒരുപാട് പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു കേരളത്തിൽ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ശാസ്ത്ര സാങ്കേതിക ഡോക്ടർ MB പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകരിച്ചത്. അതിന്നിപ്പോൾ ഒരു 10-15,000 ആളുകളുള്ളൊരു ഒരു NGO ആയി മാറി അങ്ങനെ നിൽക്കുകയാണ്. അത് വേറെ വിഷയമാണ്, അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട, വേറെ തലത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞ് പുരോഗമന കലാസാഹിത്യ സംഘം, യുക്തിവാദം, പിന്നെ ഇന്ത്യൻ യുക്തിവാദം, കേരള യുക്തിവാദം, നിരീശ്വരവാദം, പിന്നെ സ്വതന്ത്രവാദം, ഡിങ്കൻ വാദം, ഇങ്ങനെ വലിയ തോതിലാണ് കേരളത്തിൽ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടായത്. എന്നാൽ ഈ മൂവ്മെൻറ്റുകളെല്ലാം ഒരു 70-കൾ കഴിഞ്ഞപ്പോൾ, 70-കൾ അപ്പോൾ 1800-ൽ തുടങ്ങി, 1800-ൽ തുടങ്ങി, അല്ലെങ്കിൽ 800-ൻ്റെ തുടക്കത്തിൽ തുടങ്ങി 1970 വരെ ഇങ്ങനെ പോയ ഒരു കേരളത്തിൽ 70-കളിലാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയി തുടങ്ങിയത്. 80-കളായപ്പോൾ വളരെ ഗൗരവമായി പോയി തുടങ്ങി. 90-കളായപ്പോൾ ഒരുപാട് ആളുകൾ വിദേശത്തായി. ഇപ്പോൾ 10-35 ലക്ഷം ആളുകൾ വിദേശത്തുണ്ട്. ഇവർ അയക്കുന്ന പണവും കേരളത്തിൽ പിന്നെ ഉയർന്നു വന്ന ഒരു ജാതി ചിന്തയുടെ രണ്ടാം വരവുണ്ട് കേരളം. അതിൽ ഒരുപാട് ആളുകൾക്ക് വലിയ പങ്കുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, മതസംഘടനകൾക്കുണ്ട്, പ്രീണന രാഷ്ട്രീയത്തിനുണ്ട്. UDF വന്നാലും LDF വന്നാലും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ്സുകളും, അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപാട് ആനുകൂല്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള വാദം വന്നു. അങ്ങനെ വല്ലാതെ കേരള സമൂഹം മാറി. 90-കളാകുമ്പോൾ അതിൻ്റെ രൂപം മാറി. 2000 ആകുമ്പോൾ ലിബറലൈസേഷൻ വരുന്നു, രാജ്യത്ത് നവ ലിബറൽ ചിന്തകൾ വരുന്നു, ലോകത്തെ മുഴുവൻ കേരളത്തിലും എല്ലാവർക്കും കാണാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 18-ാം നൂറ്റാണ്ടിലെ 1800-കളിലെ നവോത്ഥാന നായകന്മാരെന്ന് നമ്മൾ അഭിരമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ആളുകൾ ചെയ്തതിനപ്പുറമുള്ള പിറകിലോട്ട് കേരളം നടക്കുകയാണ്. ഇവിടെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സ്കൂളിൽ ഏത് യൂണിഫോം വേണമെന്നുള്ളതിൻ്റെ പേരിൽ, ഓരോ കുഞ്ഞു പേരിൽ, പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ, അതിൽ ആരുടെയെങ്കിലും പേരെഴുതിയതിൻ്റെ പേരിലൊക്കെ വലിയ കോലാഹലമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗം പറഞ്ഞ്, ഗോത്രം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയുന്ന നിലയിലേക്ക് വന്നു. മതവും രാഷ്ട്രീയവും ജാതിയും രാഷ്ട്രീയവും തമ്മിൽ വലിയ കെട്ടുപിണഞ്ഞു കിടക്കുന്ന രീതി വന്നു. ഓരോ മതസംഘടനകളും ജാതി സംഘടനകളും അവരുടെ നേതാക്കൾ ഇറക്കുന്ന പ്രസ്താവനകൾക്കനുസരിച്ച് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും അവരുടെ പിറകെ പോവുകയും അവരെ വീടുകളിൽ, സ്ഥാപനങ്ങളിൽ ചെന്ന് ചർച്ച നടത്തുകയും അതിന് ചെറിയ ആളുകൾ ചർച്ച നടത്തിയ പറ്റിയില്ലെങ്കിൽ വലിയ ആളുകൾ ഇറക്കുകയും
കേന്ദ്രത്തിൽ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ഒരു ജാതി മത രാഷ്ട്രീയത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് കേരളം താഴ്ന്നു പോകുന്നു. ആരുടെ മനസ്സിലും എല്ലാവരുടെ മനസ്സിലും ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, ഗോത്രത്തിൻ്റെ വലിയ ചിന്തകൾ ചിന്തേരിടുവാൻ ഈ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യണം. ഇതിലേറ്റവും പരിതാപകരമായ കാര്യം, സങ്കടകരമായ കാര്യം, ഖേദമുള്ള കാര്യം, ഒരു കൽപ്പറ്റ നാരായണനോ ഒരു എം എൻ കാരശ്ശേരിയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും സാഹിത്യകാരന്മാരോ സച്ചിദാനന്ദനോ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയുന്നതല്ലാതെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവർ, എഴുത്തുകാർ, അത് ആരായാലും അവരും പക്ഷം പിടിച്ച് ഒന്നുകിൽ രാഷ്ട്രീയ പക്ഷം അല്ലെങ്കിൽ ജാതിപക്ഷം, മതപക്ഷം, ഏതെങ്കിലും പക്ഷം പിടിച്ചു നിന്നുകൊണ്ട് അവർ കാര്യകാരണ സഹിതം സമൂഹത്തിനോട് ഒന്നും പറയാത്ത രീതിയിൽ സാംസ്കാരിക നേതൃത്വവും അതപ്പതിച്ച് പോയപ്പോൾ എവിടെയാണ് ഇന്ന് കേരളം? ആരിലാണ് പ്രതീക്ഷ? എല്ലാവരും വികസനത്തിൻ്റെ പിറകിലോടുകയാണ്. കേരളത്തെ സിംഗപ്പൂർ ആക്കുന്നത് എങ്ങനെ? കേരളത്തെ മലേഷ്യ ആക്കുന്നത് എങ്ങനെ? കേരളത്തെ ദുബായ് ആക്കുന്നത് എങ്ങനെ? ദുബായ് ആക്കുമ്പോഴും സിംഗപ്പൂർ ആക്കുമ്പോഴും മലേഷ്യ ആക്കുമ്പോഴും ഇവിടെ മാനവികത ചത്തുകൊണ്ടിരിക്കുന്നു. അനുനിമിഷം ജാതിയുടെ, മതത്തിൻ്റെ ചിന്തകൾ വല്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അഴിമതി ആർക്കും വിഷയമല്ലാതായിരിക്കുന്നു. ലോക്കപ്പ് മരണങ്ങളും രാഷ്ട്രീയ എതിരാളികളെ തല്ലുന്നതും കൊല്ലുന്നതും തിരഞ്ഞു പിടിച്ച് തല്ലുന്നതൊന്നും ഇവിടെ ഒരു വാർത്തയേ അല്ല. പ്രതിപക്ഷത്തിന്, ഭരണപക്ഷം എന്തെങ്കിലും ചെയ്താൽ പ്രതിപക്ഷത്തിനുള്ളൊരു സമരായുധം എന്നതിനപ്പുറം കേരളത്തിലെ ഈ പറയുന്ന രീതികളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കണം. ഇവിടെ ഓരോ സാമുദായിക നേതാക്കൾ വന്ന് പറയുന്നു ആര് മുഖ്യമന്ത്രിയാകണം, സമുദായ നേതാക്കൾ പറയുന്നു ആര് മന്ത്രിയാകണം. തൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾ ഏത് പാർട്ടിയിലൂടെ മന്ത്രിയായാലും അതിൽ അഭിമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ, കൊല്ലുന്നേ എന്ന് കടന്ന് അലറി വിളിക്കുന്നു. ഈ പുറത്താണെങ്കിൽ ഏതെങ്കിലും മതസംഘടന, ജാതി സംഘടന, NSS പോലുള്ള സംഘടന തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ കരയോഗങ്ങൾ, യൂണിയനുകൾ, താലൂക്കുകൾ വലിയ പ്രതിഷേധം നടത്തുന്നു. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്ന് കേരളത്തെക്കുറിച്ച് ചില വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ, അദ്ദേഹം നേരിട്ട് കണ്ടതുമുണ്ട് കാണാത്തതുമുണ്ട്, ചില വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെന്ത് നാടാണ്, ഭ്രാന്താലയമാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ചോദിച്ച ഭ്രാന്താലയത്തിൽ ഒരു കാര്യം സംഭവിച്ചു. ജാതിയും മതവും വർഗവും ഗോത്രവും അഴിമതിയും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്താലും ന്യായീകരിക്കാനും, എന്ത് ക്യാപ്സൂൾ ഇറക്കുവാനും, എന്തെല്ലാം തെറ്റ് ചെയ്താലും തൻ്റെ പാർട്ടിക്കാരനാണെങ്കിൽ അകത്ത് നിർത്തി ന്യായീകരിച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ചെടുക്കാനുള്ള ഒരു സമൂഹമായി നമ്മൾ മാറിയപ്പോൾ അറിയാതെ ജാതിയും മതവും വർഗവും ഗോത്രവും ഞാൻ ഈ പറഞ്ഞ സ്വജനപക്ഷപാതവും അഴിമതിയും ജനാധിപത്യ വിരുദ്ധതയും എന്ന് കളയുകയല്ല ചെയ്തത്, അത് നമ്മൾ വിഴുങ്ങുകയാണ് ചെയ്തത്. വിഴുങ്ങുന്നതും കളയുന്നതുമായ ഒരു വ്യത്യാസമുണ്ട്. വിഴുങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരും, കളഞ്ഞാൽ പിന്നെ അത് പുറത്തു വരില്ല. വൊമിറ്റ് ചെയ്തല്ല കേരളത്തിൽ നിന്ന് പോയത്. കേരളം അത് ഛർദ്ദിച്ച് കളയുകയല്ല ചെയ്തത്, അകത്തേക്ക് വിഴുങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ വിഴുങ്ങിയപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ തരാതരം പോലെ ഇലക്ഷനുകളിലും അതുപോലെ തന്നെ മറ്റ് സമയത്തും തരാതരങ്ങളിൽ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ജീവിതമായി മനുഷ്യർ മാറിയിട്ടുണ്ട്. ജാതിമത സംഘടനകൾ സംഘടിക്കരുതെന്നോ അവർ അഭിപ്രായം ചോദിക്കരുതെന്നോ അവർ കൂട്ടായ്മകൾ ഉണ്ടാക്കരുതോ എന്നുള്ള അഭിപ്രായമുള്ള ആളല്ല ഞാൻ. അവർ അവരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കട്ടെ. അവരുടെ ആളുകൾ, അവരുടെ കുട്ടികളുടെ, അവരുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പൊതുസമൂഹത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷെ ആ കൂട്ടായ്മകൾ മാറി തന്നെ നിൽക്കണം. അതും രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല, അതും പൊതുജീവിതവുമായി ബന്ധമില്ല. നിർഭാഗ്യവശാൽ ഇവിടെ എല്ലാം അങ്ങനെ തീരുമാനിക്കുന്നൊരു സമൂഹമായി, എല്ലാ പദവികളും അങ്ങനെ പങ്കുവെക്കുന്നൊരു സമൂഹമായി, ഇതാ എവർക്ക് കൂടുതൽ കൊടുത്തിരിക്കുന്നേ, ഇന്ന സമുദായത്തിന് കൊടുത്തിരിക്കുന്നേ എന്ന് മറ്റ് സമുദായങ്ങൾ വിളിച്ചു പറയുന്ന നിലയിലേക്ക് പരാതികളുടെയും പരിഭവങ്ങളുടെയും നാടാകുമ്പോൾ എവിടെയാണ് മെരിറ്റ് ഉള്ളത്? എവിടെയാണ് ഈ പറയുന്ന നവോത്ഥാനമുള്ളത്? എവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ മഹാരഥന്മാർ നേടിത്തന്നു എന്ന് അവകാശപ്പെടുന്നത്? ക്ലാസ് റൂമുകളിലോ സെമിനാർ ഹാളുകളിലോ പേപ്പറുകളിലോ പുസ്തകങ്ങളിലോ പറയുന്നതിനപ്പുറം കേരളം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. ആ കാര്യങ്ങളിൽ വികസനത്തിൽ മുന്നോട്ടായിരിക്കാം, പക്ഷേ ഈ കാര്യത്തിൽ കേരളം പിന്നോട്ടാണെന്ന് മാത്രമല്ല 18ാം നൂറ്റാണ്ടിൻ്റെ പിറകിലേക്ക് പോകുന്നു. കലാപങ്ങളില്ല എന്നതൊഴിച്ചാൽ, അല്ലെങ്കിൽ സംഘർഷങ്ങളില്ല എന്നതൊഴിച്ചാൽ മാനസിക സംഘർഷങ്ങളുമായും കഴിയുമെങ്കിൽ കുഞ്ഞു ഭൗതികമായ സംഘർഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും വളരെ ബോധപൂർവമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതാണോ സാക്ഷര കേരളം?